36 വയസ്സുള്ള ഉസ്താദ് ഹോസ്പിറ്റലിന്റെ ഐസിയുവിനകത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഡോക്ടർ വന്ന് പരിശോധിച്ചു. എന്നിട്ട് ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ആൾക്കാരെയൊക്കെ വിളിച്ച് പറഞ്ഞേക്കാൻ. ഉസ്താദ് ഇത് കേട്ടുകൊണ്ട് കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കുറച്ചു കഴിഞ്ഞപ്പോ നേഴ്സ് പെണ്ണ് ഓടി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ആ ഉസ്താദ് കിടന്ന് കരയുന്നു, വല്ലാതെ സങ്കടത്തിൽ കരയുന്നു, അടുത്ത് കിടക്കുന്ന രോഗികളൊക്കെ ടെൻഷനാകുന്നു, നിങ്ങൾ പെട്ടെന്നൊന്ന് വരാൻ. ഞാൻ എത്ര പറഞ്ഞിട്ട് ഉസ്താദ് കരയാ. അപ്പൊ ഡോക്ടർ ഓടിച്ചെന്നു, ഉസ്താദിന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, ഉസ്താദെ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന മരുന്നുകൾ മുഴുവനും ഞങ്ങൾ ചെയ്തു. ഏറ്റവും നല്ല മരുന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ മതം പഠിച്ച ഒരാളല്ലേ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് കരയാൻ പാടല്ലോ. ഈ അടുത്ത് കിടക്കുന്ന രോഗികൾക്ക് മുഴുവനും BP കൂടുന്നവരൊക്കെ രോഗികളാ. നിങ്ങൾ ഐസിയുവിനകത്ത് കിടന്നിട്ടാ കരയുന്നേ, നിങ്ങൾക്ക് എന്താ മരിക്കുമെന്ന് പേടിയാണോ? ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ മരിക്കാൻ പേടിച്ചിട്ടല്ല ഞാൻ കരയുന്നത്, ഞാൻ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ അല്ലാഹു എൻ്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും ഞാൻ പോകും, കരഞ്ഞില്ലെങ്കിലും ഞാൻ ആ സമയത്ത് തന്നെ മരിക്കും. അപ്പൊ ഡോക്ടർ ചോദിച്ചു, ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടാണ്? 2 ചെറിയ മക്കളുണ്ടല്ലോ, 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 2 മക്കൾ. ഉസ്താദിന്റെ മക്കളെയും ഭാര്യയെയും പിരിയുന്ന സങ്കടത്തിലാണോ? ഇല്ലടോ. ഡോക്ടറിനോട് പറയുക, അല്ല, വീഡിയോ കോൾ വിളിച്ചു തരാൻ, കാണണോ, സംസാരിക്കുക, കരയരുത്. ഉസ്താദ് അപ്പോഴും പറഞ്ഞു അല്ല. അപ്പൊ ഡോക്ടർക്ക് വലിയ അത്ഭുതം, മരിക്കാൻ പേടിയില്ല, ഭാര്യയെയും മക്കളെയും പിരിയുന്നതിൽ സങ്കടമില്ല. പിന്നെന്തിനാ ഉസ്താദ് നിങ്ങൾ കരയുന്നേ? നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ 36 വയസ്സുകാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ മുമ്പിൽ പോകുമ്പോ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഞാൻ എന്തും കൊണ്ടുപോകും. അല്ലാഹുവിന്റെ മുമ്പിൽ പോകുമ്പോ എൻ്റെ കയ്യിൽ ഞാൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. എന്ത് നന്മയും കൊണ്ടാണ് ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ പോവാ. ഞാൻ നിങ്ങളോടും ചോദിക്കാം, ഇന്ന് രാത്രി മരിച്ച നിനക്ക് രക്ഷപ്പെടാൻ, ഒരു നല്ല മരണം കിട്ടാൻ പാപ്പ സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ?